ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. CBSE 9ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ 2 പാർട്ടുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് സെല്ലിനെ പറ്റിയിട്ടും സെല്ലിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനെ പറ്റിയിട്ടായിരുന്നു. അതിൽ സബ്സ്റ്റൻസ് എങ്ങനെയാണ്, ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സബ്സ്റ്റൻസ് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടായിരുന്നു. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി എങ്ങനെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടായിരുന്നു. ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ക്ലാസ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഓസ്മോസിസിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് ദ എമൗണ്ട് ഓഫ് വാട്ടർ അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റാൻസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. അതായത് പ്ലാസ്മ മെംബ്രെയിൻ, ഇതൊരു പ്ലാസ്മ മെംബ്രെയിനാണെന്ന് വിചാരിക്കുക. ആ പ്ലാസ്മ മെംബ്രെയിനു കൂടെ വാട്ടർ പോകുന്നത് എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം സബ്സ്റ്റൻസ് അതിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. ദ എമൗണ്ട് ഓഫ് വാട്ടർ അക്രോസ് ദി പ്ലാസ്മ മെംബ്രെയിൻ, the movement of water across the plasma membrane is also affected by the amount of substance dissolved in water. ഒരു വാട്ടറിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്തിട്ടുണ്ടോ അതാണ് എത്രത്തോളം വാട്ടർ മൂവ് ചെയ്യണം, പ്ലാസ്മ മെംബ്രെയിനിൽ കൂടെ മൂവ് ചെയ്യണം എന്നതിനെ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദസ് ഓസ്മോസിസ് ഈസ് ദ നെറ്റ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ ടുവേഴ്സ് എ ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ. ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. ഓസ്മോസിസ് എപ്പോഴും മൂവ് ചെയ്യുന്നത്, ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഓസ്മോസിസ് എപ്പോഴും നടക്കുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്കാണ് ഓസ്മോസിസ് എപ്പോഴും നടക്കുക. എന്തിൻ്റെ, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്ത് നിന്നും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തിലോട്ടേക്കാണ് എന്ത് നടക്കുക, ഓസ്മോസിസ് എപ്പോഴും നടക്കുക. ഇത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓസ്മോസിസ് നടക്കുന്നത് ഹയർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ് എപ്പോഴും ഓസ്മോസിസ് നടക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസ്മോസിസ് വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്, വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ്. വാട്ടർ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും വാട്ടർ കുറഞ്ഞ ലോവർ കോൺസെൻട്രേഷനിലോട്ടേക്കായിരിക്കും വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. എന്നാൽ സൊല്യൂട്ടിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും നടക്കുക, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അവിടെ സൊല്യൂട്ടിൻ്റെ അളവ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം സൊല്യൂട്ട് എപ്പോഴും മൂവ് ചെയ്യുന്നത് സൊല്യൂട്ടിൻ്റെ അളവ് കുറഞ്ഞ സ്ഥലത്ത് നിന്നും സൊല്യൂട്ടിൻ്റെ അളവ് കൂടിയ സ്ഥലത്തോട്ടേക്കായിരിക്കും എന്ത് നടക്കാം, സൊല്യൂട്ടിൻ്റെ കേസിൽ ഓസ്മോസിസ് നടക്കുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കേണ്ട അത്യാവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Thus, osmosis is the net diffusion of water across a selective permeable membrane towards a higher solute concentration. Solute concentration higher ആയിട്ടുള്ള സ്ഥലത്തോട്ടേക്കാണ് എന്ത് നടക്കുക, ഓസ്മോസിസ് നടക്കുക. പക്ഷെ വാട്ടർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ടേക്കും, സൊല്യൂട്ടിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴും നടക്കുന്നത് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തോട്ടേക്കും ആയിരിക്കും നടക്കുക. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ ഡൗട്ട് വരരുത്. ഇനി വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പുട്ട് എ അനിമൽ സെൽ ഓർ പ്ലാന്റ് സെൽ ഇൻ ടു എ സൊല്യൂഷൻ ഓഫ് ഷുഗർ ഓർ സാൾട്ട് ഇൻ വാട്ടർ. അതായത് നമ്മളൊരു
ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സൊല്യൂഷനോ എടുക്കുക, സാൾട്ട് സൊല്യൂഷനോ എടുക്കുക. ഒന്ന് ഷുഗർ സൊല്യൂഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സോൾട്ട് സൊല്യൂഷനോ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്ലാന്റ് സെല്ലിനെയോ അനിമൽ സെൽസിനെയോ ഇട്ട് വയ്ക്കുക. ഇട്ട് വയ്ക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിൽ നമ്മൾ നിറയെ എന്തെടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിൽ നിറയെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൽ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ ഒരു കഷ്ണം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ കഷ്ണം നമ്മൾ ഇട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ കഷ്ണമാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും സെല്ലിൻ്റെ ഒരു കഷ്ണമാണ്. ഈ കഷ്ണം ഇട്ട് വയ്ക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഇട്ട് വെച്ച പാത്രത്തിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുക, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതായത് സെല്ലിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറവും സെല്ലിൻ്റെ പുറത്തെ ആ വാട്ടറിൻ്റെ കണ്ടൻറ്റും കൂടുതലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ദ മീഡിയം സറൗണ്ടിങ് സെൽ ഹാസ്, ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ദ മീഡിയം സറൗണ്ടിങ് ഓഫ് ദി സെൽ ഹാസ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ദാൻ ദി സെല്ല്. അതായത് സെല്ലിനേക്കാളും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ സറൗണ്ടിങ് മീഡിയത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. മീനിങ് ദാറ്റ് ഔട്ട്സൈഡ് സൊല്യൂഷൻ ഈസ് മോർ ഡൈലൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈലൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം, കൂടുതൽ വെള്ളം ഉണ്ടാവുക എന്നുള്ളതിനെയാണ് ഡൈലൂട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഇപ്പോൾ ഉപ്പിൽ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈലൂട്ട് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ എന്താണ് സംഭവം, ഔട്ട്സൈഡ് മീഡിയം, അതായത് നമ്മൾ ഇട്ട് വെച്ച വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ, അതായത് സെല്ലിൻ്റെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനേക്കാളും ഔട്ട്സൈഡ് മീഡിയത്തിലാണ് വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. എന്താണ് വിളിക്കുക, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ബീക്കർ ഉണ്ട്. ഈ ബീക്കറിൽ നമ്മൾ നിറയെ എന്തിട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ. നിറയെ നമുക്ക് ഈ ബീക്കറിനുള്ളിൽ നിറയെ വെള്ളമുണ്ട്. ഈ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്തിനപേക്ഷിച്ച്, സെല്ലിൻ്റെ കോൺസെൻട്രേഷനെ അപേക്ഷിച്ച്. ഇത് നമ്മുടെ സെല്ലാണ്, നമ്മുടെ സെല്ല്. ഈ സെല്ലിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ്റെ അളവ് കുറവാണ്, പക്ഷെ പുറമെയുള്ള മീഡിയത്തിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പം എന്ത് സംഭവിക്കും, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്, അതായത് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വെള്ളം എന്ത് ചെയ്യും, ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങും അല്ലേ, വെള്ളം കയറാനായിട്ട് തുടങ്ങും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ സെൽ വിൽ ഗെയിൻ വാട്ടർ ബൈ ഓസ്മോസിസ്. അതായത് പുറമേ ഉള്ള സറൗണ്ടിങ്സിൽ നിന്ന് സെൽ എന്ത് ചെയ്യും, വാട്ടറിനെ വലിച്ചെടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനത്തെയുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഇനി നോക്കിയേ, വാട്ടർ മോളിക്യൂൾസ് ആർ ഫ്രീ ടു പാസ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ ഇൻ ബോത്ത് ഡയറക്ഷൻ. അതായത് ഇത് വാട്ടർ, നമുക്കറിയാം സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്കും പോകുന്നുണ്ട്, അതേപോലെ തന്നെ സറൗണ്ടിങ്സ് ഉള്ള വെള്ളത്തിൽ നിന്ന് വെള്ളം സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്കും വരുന്നുണ്ട്. കണ്ട, ബോത്ത് ഡയറക്ഷനിലും വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, ബട്ട് മോർ വാട്ടർ വിൽ കം ഇൻ ടു ദി സെൽഫ് ദാൻ വിൽ ലീവ്. അതായത് സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവിനേക്കാൾ കൂടുതലാണ് പുറമേ നിന്നും ഉള്ളിലോട്ടേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവെന്നാണ് പറയുന്നത്. ബട്ട് മോർ വാട്ടർ വിൽ കം ഇൻ ടു ദി സെൽ ദാൻ വിൽ ലീവ് ദെൻ ഇറ്റ് റിസൾട്ട് ഇൻ ദി വാട്ടർ എൻറ്റർ ദി സെൽ. അതായത് ഉള്ളിലോട്ടേക്ക് എന്ത് ചെയ്യും, വാട്ടർ കയറും എന്നാണ് പറയുന്നത്. അങ്ങനെ വാട്ടർ ഉള്ളിലോട്ടേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും, സെല്ല് എന്ത് ചെയ്യും, വീർക്കാനായിട്ട് തുടങ്ങും, അതായത് സ്വെല്ലാവാനായിട്ട് തുടങ്ങും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി.
എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെല്ലിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അളവ്, പാത്രത്തിലെ വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പുറമേ നിന്നുള്ള വെള്ളം ഉള്ളിലോട്ടേക്ക്, അതായത് നമുക്ക് എപ്പോഴും അറിയാം ഓസ്മോസിസ് നടക്കുക കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് നടക്കുക? ഓസ്മോസിസ് നടക്കുക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വെള്ളം കൂടിയത് ഏത് ഭാഗത്താ? പുറമെയുള്ള ഭാഗത്താ. അവിടെ നിന്ന് എന്ത് നടക്കും? ഓസ്മോസിസ് സെല്ലിൻ്റെ ഉള്ളിലോട്ടേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഉള്ളിലോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ സെല്ല് എന്ത് ചെയ്യും? വീർക്കാനായിട്ട് തുടങ്ങും, സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഒരു സെല്ല് വെച്ച് കഴിഞ്ഞാൽ ആ സെല്ലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെല്ല് എന്താണ്? സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത സൊല്യൂഷനാണ് എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഐസോട്ടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ സെയിം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും അതേപോലെ തന്നെ സെല്ലിൻ്റെ സറൗണ്ടിങ് മീഡിയത്തിൻ്റെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും സെയിം ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോട്ടോണിക് സൊല്യൂഷൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ മീഡിയം ഹാസ് എക്സാക്ട്ലി സെയിം വാട്ടർ കോൺസെൻട്രേഷൻ ആസ് ദി സെൽ, സെല്ലിൻ്റെ അതേ വാട്ടർ കോൺസെൻട്രേഷൻ ആണ് മീഡിയത്തിനും ഉള്ളതെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ എന്തുണ്ടാവില്ല? സെൽ മെംബ്രെയിനിലൂടെ അക്രോസ് എന്തുണ്ടാവില്ല? വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. എന്തെങ്കിലും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുക? മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ നടക്കുക. പക്ഷേ ഇവിടെ രണ്ട് സൊല്യൂഷനിലും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആയതുകൊണ്ട് എന്തില്ല? വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നില്ല. വാട്ടർ അക്രോസ് ദി സെൽ മെംബ്രെയിൻ ഇൻ ബോത്ത് ഡയറക്ഷൻ, but the going is in the same as amount going out, so there is no overall movement of water, the cell will stay the same. അതായത് വാട്ടറിൻ്റെ ഉള്ളിൽ എക്രോസിക്കോടെ നമ്മുടെ വാട്ടറിൻ്റെ സെൽ മെംബ്രെയിനിലെ എക്രോസിക്കോടെ വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പുറത്തോട്ടേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ അളവും അകത്തോട്ടേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവും എന്താണ്? സെയിം ആണ്. അങ്ങനെ രണ്ടും ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് സെല്ലിന് ഒന്നും സംഭവിക്കില്ല. സെൽ വിൽ സ്റ്റേ ദി സെയിം സൈസ്. നമുക്ക് ഇട്ട സൈസ് എത്രയാണോ ആ സൈസിൽ തന്നെ എന്ത് നടക്കും? സെല്ലിൻ്റെ സൈസും കിടക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്താണെന്നാണ്. ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്താണ്? ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൽ എന്താണ്? അതായത് സറൗണ്ടിങ് മീഡിയത്തിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കാം? ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ. അപ്പോൾ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുക? ഹൈപ്പർ എന്ന് പറയുമ്പോൾ എന്താ? സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നമ്മൾ ഈ സെല്ലിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ സെല്ലിട്ട് വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിൽ എന്തായിരിക്കും? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ എവിടേക്കാണ് ഓസ്മോസിസ് നടക്കുക? ഓസ്മോസിസ് നടക്കുന്നത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളതിൽ നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടേക്കാണ്. അപ്പോൾ എന്ത് നടക്കും? കൂടുതലുള്ള ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് നടക്കും? ഓസ്മോസിസ്, വെള്ളം എന്ത് ചെയ്യും? നടക്കും. വെള്ളം മൂവ്മെൻറ്റ് നടക്കും. വാട്ടർ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക? സെല്ലിൻ്റെ ഉള്ളിലുള്ള ഉണ്ടായിരുന്ന വെള്ളം കൂടി പുറത്തോട്ടേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സെല്ല് എന്ത് ചെയ്യാൻ തുടങ്ങും? ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും അല്ലേ? വെള്ളം നമ്മുടെ സെല്ല് എന്ത് ചെയ്യാൻ തുടങ്ങും? ചുരുങ്ങാനായിട്ട് തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വരെ നമ്മൾ വായിച്ച ഇഫ് ദ മീഡിയം ഹാസ് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ദാൻ ദി സെൽ, മീനിങ് ദാറ്റ് ഇറ്റ് ഈസ് എ വെരി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അത്
കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ എന്തിൻ്റെ അളവ് കുറവായിരിക്കും? കോൺസെൻട്രേറ്റഡ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറവുള്ളതിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുക. നമ്മൾ നേരത്തെ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് വിളിച്ചില്ലേ? ഡൈലൂട്ട് സൊല്യൂഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അവിടെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഡൈലൂട്ട് എന്ന് വിളിക്കുക. ഇവിടെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്, അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. എന്തിൻ്റെ അളവാണ് കൂടുതൽ? സൊല്യൂട്ടിൻ്റെ അളവാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ എന്താണ്? ലോവർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടറിൻ്റെ ലോവർ കോൺസെൻട്രേഷൻ ആണ് മീഡിയത്തിൽ. അതേപോലെ തന്നെ സെല്ലിന് എന്താണ്? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ സെല്ല് എന്ത് ചെയ്യും? പുറത്തോട്ടേക്ക്, കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടേക്ക് വാട്ടർ മൂവ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് സെല്ല് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. കണ്ടോ? വാട്ടർ അക്രോസ് ദി സെൽ മെംബ്രെയിൻ രണ്ട് ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സെല്ലിൽ നിന്ന് പുറത്തോട്ടേക്കായിരിക്കും വാട്ടർ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുന്നത്. കണ്ടോ? വാട്ടർ ലീവ് ദി സെൽ ദാൻ എൻ്റർ ഇറ്റ്. എൻ്റർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സെല്ല് ഇവരെന്താണ്? പുറത്തോട്ടേക്ക് പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെല്ല് എന്താകും? ഷ്രിങ്ക് ചെയ്യും, സെല്ല് ചുരുങ്ങാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ എന്താണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർ ടോണിക് സൊല്യൂഷൻ, എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. എന്താണ് ഐസോട്ടോണിക്, എന്താണ് ഹൈപ്പോട്ടോണിക്, എന്താണ് ഹൈപ്പർട്ടോണിക് എന്നുള്ള പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ കറക്റ്റായിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ടേക്ക് പോകാം. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദസ് ഓസ്മോസിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെലക്റ്റീവ് പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഡിഫ്യൂഷൻ മൂവ് ചെയ്യുന്ന വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുക. അത് ഡിഫ്യൂഷനിലെ ഒരു ഒരു സ്പെഷ്യലായിട്ടുള്ള കേസാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. Unicellular freshwater organism and most plant cell tend to gain water through osmosis. നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിസെല്ലുലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ല് മാത്രമുള്ള ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ഓർഗാനിസംസ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ശുദ്ധജലത്തിൽ മാത്രം കാണുന്ന ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസംസ്. അതേപോലെ തന്നെ പ്ലാന്റ് സെൽസും വാട്ടറിനെ ഗെയിൻ ചെയ്യുന്നത്, അതായത് വാട്ടർ സംഭരിക്കുന്നത് അല്ലെങ്കിൽ വാട്ടറിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഓർഗാനിസംസും പ്ലാന്റ്സും വാട്ടറിനെ ഗെയിൻ ചെയ്യുന്നത്, വാട്ടറിനെ സ്വീകരിക്കുന്നത് എന്തുവഴിയാണ്? ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണെന്നാണ് ആ പോയിന്റ് പറയുന്നത്. Absorption of water by plant root is also example of osmosis. അതായത് പ്ലാന്റ്സ് അവരുടെ റൂട്ടിലൂടെ വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നതും എന്തിന് എക്സാമ്പിളാണ്? ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് എന്താണ്? എക്സാമ്പിൾ ആവുമെന്നാണ് പറയുന്നത്. ഇനി ദസ് ഡിഫ്യൂഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൻഡ് വാട്ടർ ഇൻ ദി ലൈഫ് ഓഫ് എ സെൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഗ്യാസസും നമ്മുടെ റെസ്പിറേഷന് ഉപയോഗിക്കുന്ന ഗ്യാസസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനും അതേപോലെ തന്നെ വാട്ടറും ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കണം. In addition to this, cells also obtain nutrition from its environment. Different molecules move in and out of the cell through type of transport requiring use of energy. അതായത് ഇൻ അഡീഷൻ ടു ദി സെൽസ് ഓൾസോ ഒബ്റ്റെയിൻ ന്യൂട്രീഷൻ ഫ്രം ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ഇത് കൂടാതെ തന്നെ എൻവയോൺമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സെൽസ് ന്യൂട്രീഷൻസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്? സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. എനർജി യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ പഠിച്ച ഓസ്മോസിസും ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എനർജി യൂസ് ചെയ്യാതെയായിരുന്നു. പക്ഷെ എനർജി യൂസ് ചെയ്തും എന്ത് ചെയ്യുന്നുണ്ട്? മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ്
ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതേപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ആ രണ്ട് പ്രോസസ്സുകളും എന്താണ്, വിത്ത് ഹെൽപ്പ് ഓഫ് എനർജിയുടെ ഹെൽപ്പോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലാസ്മ മെംബ്രെയിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നോക്കാം. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് കോൾഡ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്. എന്താണ് ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിക്ക് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒടിയില്ല. ഫ്ലെക്സിബിൾ ആണ്, അനക്കാനായിട്ട് സുഖമായിട്ടുള്ള മോളിക്യൂൾസിനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വിളിക്കുക. പിന്നെ അത് ലിപ്പിഡ്സും പ്രോട്ടീനും എന്ന് പറയുന്ന ഓർഗാനിക് മോളിക്യൂൾസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്ന ഓർഗാനിക് മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ്സും പ്രോട്ടീനും കൊണ്ടാണ്. ഹവർ വി ക്യാൻ ഒബ്സർവ് ദി സ്ട്രക്ചർ ഓഫ് ദി പ്ലാസ്മ മെംബ്രെയിൻ ഓൺലി ത്രൂ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി flexibility of the cell membrane also enable the cell to engulf in food and other material from its external environment. അതായത് സെൽ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഫുഡ് മെറ്റീരിയൽസിനെ എൻഗൾഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സെൽസ് ഉണ്ട്, ആ സെൽസിന് ഫുഡ് മെറ്റീരിയൽസിനെ എൻഗൾഫ് ചെയ്യാനുള്ള കഴിവുള്ളത് ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണെന്നാണ് പറയുന്നത്. എൻഗൾഫ് ചെയ്യാന്ന് വെച്ചാൽ വിഴുങ്ങാനുള്ള ശേഷിയുണ്ട്, വിഴുങ്ങാനുള്ള കഴിവിനെയാണ് നമ്മൾ എൻഗൾഫ് ചെയ്യാന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ സെൽ മെംബ്രെയിന് ഫ്ലെക്സിബിൾ ആവാനുള്ള ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് മെറ്റീരിയൽസിനെ എൻഗൾഫ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ടെന്നാണ് പറയുന്നത്, ചില ഓർഗാനിസത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, എൻഡോസൈറ്റോസിസ് എന്നാണ് അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുക. അങ്ങനെ ആ എൻഡോസൈറ്റോസിസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, അമീബ എന്ന് പറയുന്നത്. അമീബ നമ്മൾ പറഞ്ഞു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള അമീബയ്ക്ക് എന്തുണ്ട്, അവരുടെ സെൽ മെംബ്രെയിന് ഫ്ലെക്സിബിൾ ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ഫുഡ് മെറ്റീരിയൽസിനെ പല ഷേപ്പിലായിട്ട് വിഴുങ്ങിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അമീബ എന്താണ്, അതിനൊരു എക്സാമ്പിളാണ്. എൻഡോസൈറ്റോസിസ് കാണിക്കുന്ന പ്ലാന്റ് അല്ല, ഒരു ജീവിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞു. ഇനി നമുക്ക് സെൽ വോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പ്ലാന്റ്സിൽ പ്ലാസ്മ മെംബ്രെയിനെ കൂടാതെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിങ്ങും കൂടി കാണുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ വോൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പ്ലാന്റ് സെല്ലുകളുടെ കേസിൽ മാത്രമാണ് പ്ലാന്റ് സെല്ല്, അനിമൽ സെൽസിൽ സെൽ വോൾ ഇല്ല, പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് സെൽ വോൾ ഉള്ളത്. അപ്പോൾ ഇതൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ കട്ടി കൂട്ടാം. അപ്പോൾ ഇതൊരു പ്ലാന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് സെല്ലിന്, ഇത് പ്ലാന്റ് സെല്ലാണ്, ഈ പ്ലാന്റ് സെല്ലിൻ്റെ പുറത്തേക്കൂടെ കാണുന്ന ഒരു സ്ട്രക്ചറാണ് ഇത് പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കാം. ഈ പ്ലാസ്മ മെംബ്രെയിനിന് പുറത്തുകൂടെ കാണുന്ന ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സെൽ വോൾ എന്ന് പറയുന്നത്. എപ്പോഴും ഓർക്കണം, സെൽ വോള് ആരിൽ മാത്രമാണ് കാണുന്നത്, പ്ലാന്റ് സെല്ലുകളിൽ മാത്രമാണ് കാണുന്നത്. അനിമൽ സെൽസിൽ പ്ലാന്റ് സെല്ല് കാണുന്നില്ല. അപ്പോൾ അതൊക്കെയാണല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. The cell wall lies outer side of the plasma membrane. പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്തെ സൈഡിലാണ് എന്ത് കാണുന്നത്, സെൽ വോൾ കാണുന്നത്. ഇനി പ്ലാന്റ് സെൽ വോൾ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് സെല്ലുലോസ്. പ്ലാന്റിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സെല്ലുലോസ് ഉപയോഗിച്ചിട്ടാണ്. സെല്ലുലോസ് ഈസ് എ കോംപ്ലക്സ് സബ്സ്റ്റൻസ് ആൻഡ് പ്രൊവൈഡ് സ്ട്രക്ചറൽ സ്ട്രെങ്ത് ടു പ്ലാന്റ്. സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ അറിയാലോ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് നമ്മുടെ പ്ലാന്റ്സിന് ഒരു സ്ട്രെങ്ത്, ശക്തി കൊടുക്കാനായിട്ട് സഹായിക്കുന്നത് ഈ സെല്ലുലോസ് ആണ്. When living plant cell lose water through osmosis, there is shrinkage or contraction of content of cell away from the cell wall. This phenomena is known as plasmolysis. ഇനി എന്താണ് പ്ലാസ്മോലൈസിസ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പ്ലാസ്മോലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഓസ്മോസിസിലൂടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് നമ്മുടെ
സെല്ലാണ്, നമ്മുടെ ബീക്കറാണേ. ഈ ബീക്കറിൽ ഞാൻ എന്ത് ചെയ്തു, ബീക്കറിൻ്റെ കളർ വേറെ കൊടുക്കാം. ഇത് ബീക്കർ, ഇത് നമ്മുടെ ബീക്കർ. ഈ ബീക്കറിൽ ഞാൻ എന്ത് നിറച്ചു, വെള്ളം നിറച്ചു. ഇതിൽ ഫുള്ളും വെള്ളമാണ്. വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറവാണ്, വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഇവിടെ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു സെല്ല് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. ഈ സെല്ലിൽ വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ ഓസ്മോസിസ് എവിടെയൊക്കെയാണ് നടക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം. ഓസ്മോസിസ് വെള്ളം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടേക്ക് എന്ത് നടക്കും, പ്ലാന്റ് സെല്ലാണ് ഞാൻ ഇട്ടേക്കണം, അനിമൽ സെല്ലല്ല, പ്ലാന്റ് സെല്ലാണ് ഇട്ടേക്കണേന്ന് എപ്പോഴും ഓർക്കണം. അപ്പോൾ ഈ പ്ലാന്റ് സെല്ലിനെ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ എന്ത് നടക്കും, ഓസ്മോസിസ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടേക്ക് പോവില്ലേ. അപ്പോൾ ഓസ്മോസിസ് അങ്ങനെ നടക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ എ ലീവിങ് പ്ലാന്റ് സെൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ലീവിങ് പ്ലാന്റ് സെല്ലാണ് ഞാൻ ഇട്ടേക്കുന്നത്, അനിമൽ സെല്ലല്ല. ലൂസ് വാട്ടർ ത്രൂ ഓസ്മോസിസ് ദർ ഈസ് എ shrinkage ഓർ കോൺട്രാക്ഷൻ ഓഫ് കണ്ടന്റ് ഓഫ് ദി സെൽ എവേ ഫ്രം സെൽ വോൾ. അതായത് ഇങ്ങനെ നമ്മുടെ പ്ലാന്റ് സെൽ വോള് ഓസ്മോസിസ് വഴി അവൻ്റെ വെള്ളം ലൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റുകളെല്ലാനും സെൽ വോളിൽ നിന്ന് ചുരുങ്ങും. സെൽ വോളിൽ നിന്ന് ചുരുങ്ങി സെൽ വോളിൽ നിന്ന് അകന്നു പോകും. അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്മോലൈസിസ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്ലാസ്മോലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എന്താണ് പ്ലാസ്മോലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇതാണ് എഴുതേണ്ടത്. വെൻ എ ലിവിങ് പ്ലാന്റ് സെൽ ലൂസ് വാട്ടർ ത്രൂ ഓസ്മോസിസ് ദർ ഈസ് എ shrinkage ഓർ കോൺട്രാക്ഷൻ ഓഫ് ദി കണ്ടന്റ് ഓഫ് ദി സെൽ എവേ ഫ്രം ദി സെൽ. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് പ്ലാസ്മോലൈസിസ്. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോലൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മോലൈസിസ് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് വായിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്ക് സെൽ വോളിൻ്റെ ഇവിടെ നമുക്ക് സെൽ വോളിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇത് നമ്മൾ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് എടുക്കുന്നത് എന്ന് ഓർത്ത് വയ്ക്കണേ. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്കറിയാം, ഇത് നമ്മുടെ വാട്ടറാണ്, ഇത് ഫുള്ളും വാട്ടറാണ്. നമ്മൾ ബീക്കറിൽ നിറയെ വാട്ടർ എടുത്തു. പിന്നെ ഇതിനകത്ത് എന്തെടുത്തു, ഈ ബീക്കറിൽ നമ്മൾ എന്തെടുത്തു, സെല്ലെടുത്തു. ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവും പുറമെയുള്ള വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് എന്നും വിചാരിക്കാം. അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ പുറമേ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലും ഉള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും കുറവാണല്ലോ. അപ്പോൾ ഓസ്മോസിസ് എങ്ങനെയാണ് നടക്കുക, പുറമേ നിന്നും ഉള്ളിലോട്ടേക്കായിരിക്കും ഓസ്മോസിസ് നടക്കുക. അപ്പോൾ ഉള്ളിൽ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ വന്ന് ഇരുന്ന് എന്ത് ചെയ്യും, ഈ സെല്ല് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ സെല്ല് വീർക്കാനായിട്ട് തുടങ്ങും അല്ലേ. ഈ സെല്ല് വലിയൊരു സെല്ലായിട്ട് മാറും. ഈ സെല്ലിൻ്റെ പുറത്ത് സെൽ വോൾ ഉണ്ടെന്ന് ഓർത്തേക്കണേ. സെല്ല് എന്ത് ചെയ്യും, വീർക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വീർത്ത് വരുമ്പോൾ ഈ സെല്ലിൻ്റെ ഉള്ളിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും, വലിയൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അതായത് സെല്ലിങ്ങനെ വലുതാകുമ്പോൾ എന്തുണ്ടാവും, ഓട്ടോമാറ്റിക്കലി ആയിട്ട് സെൽ വോളിൻ്റെ ഉള്ളിൽ പ്രഷർ വരും. ആ പ്രഷർ താങ്ങാനാവാതെ ഇത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ബലൂണൊക്കെ വീർപ്പിക്കുമ്പോൾ ബലൂണിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ആ പ്രഷർ, വായുവിൻ്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ ആ പ്രഷർ കൂടി ബലൂൺ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സെൽ വോൾസിന് ഹൈപ്പോട്ടോണിക് കണ്ടീഷൻസിൽ, അതായത് ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ സെൽ വോള് പൊട്ടിപ്പോകാതെ സെല്ല് പൊട്ടിപ്പോകാതെ അതിനെ സംരക്ഷിക്കുന്നത് ആരാണ്, ഈ സെൽ വോൾ ആണെന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ദി വോൾ exert unequal pressure against the swollen cell. Because of their wall, such cells can withstand much greater chance in the surrounding media than animal cells. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, അനിമൽ സെൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ സെൽസിന്, അതായത്
പ്ലാന്റ് സെൽസിന് ഈ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് വിത്ത് സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ടേം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് സെൽ വോൾ എന്ന് മനസ്സിലായി. ഈ നമുക്ക് ന്യൂക്ലിയസിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനുണ്ട്, സൈറ്റോപ്ലാസത്തിനെ പറ്റിയിട്ട്, പിന്നെ ഓർഗനൽസിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു.